മക്കളെ, അഖില മിസ്സാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അക്കാദമിക് ഇയർ 2026-27 വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഓണപരീക്ഷയുടെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതി നമുക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷ ഓഗസ്റ്റ് 21 കൂടി അവസാനിച്ച് നമ്മളിത് അവധിക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആ ഒരു ദിവസത്തിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ഈ ദിവസം മുതൽ നമ്മൾ എണ്ണിത്തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 50 ഡേയ്സ് അല്ലെ, 50ഓളം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും 50 ദിവസം ഉണ്ടല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഓരോ സബ്ജക്റ്റിലായിട്ട് എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എന്തോരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ എക്സാം പാറ്റേണിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്. കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇതൊക്കെ അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ കുറഞ്ഞ സമയമാണെങ്കിൽ പോലും അത് വളരെ കൃത്യമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചാപ്റ്റർ കവർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഓരോ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ, അത് ബൈ ഹാർട്ട് ലേണിംഗ് അല്ല, പകരം ഏത് തരത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ധാരാളം ചോദിക്കുന്നുണ്ട് നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ. അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം മക്കളോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് മിസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾ മറക്കണ്ട, ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ ഇനി വൈകിക്കാൻ നിൽക്കരുത്, കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോളാം. ഇപ്പോൾ ബേസിക് സയൻസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പുതിയ ടേംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതൊക്കെ നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചുകൾ, ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകളൊക്കെ തയ്യാറായിട്ടിരിക്കുന്നത്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾക്കായിട്ട് ഇപ്പോൾ നമുക്കറിയാം മൺസൂൺ ഓഫർ ഉള്ള ടൈമാണ്. 10% ഡിസ്കൗണ്ട് ഉണ്ട്. മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഓണപരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് നമ്മളൊരു മോഡൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രാക്ടീസ് കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. മാക്സിമം നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ ഈ കാര്യം നിങ്ങൾ എത്തിക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് സെറ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. കാണാം. ബൈ.